ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? കോഴിക്കോട്. കേരള സിംഹം എന്ന് പഴശ്ശിരാജാവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. തോപ്പിൽ ഭാസിയുടെ ആദ്യ നാടകം? മുന്നേറ്റം. കേരള സംസ്ഥാന സർവ്വവിജ്ഞാന കോശത്തിന്റെ ആസ്ഥാനം? തിരുവനന്തപുരം. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപ്രസിദ്ധീകരണമാണ് പുലി. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ? 38,863. ഞാൻ ആരുടെ ആത്മകഥയാണ്? NN പിള്ള. നൈനിറ്റാളിന്റെ പശ്ചാത്തലത്തിൽ MT രചിച്ച നോവൽ ഏത്? മഞ്ഞ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്? പനംപിള്ളി. ആമിന ബീവി എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്ന സാഹിത്യകാരൻ? VT ഇന്ദുചൂടൻ. മലബാർ കലാപത്തെ ഇതിവൃത്തമാക്കി ഉറൂബ് രചിച്ച നോവൽ? ഉമ്മാച്ചു. നോ, സംതിങ് റോങ്. സുന്ദരികളും സുന്ദരന്മാരും. കേരളത്തിൽ 7 അക്ക ഫോൺ നമ്പർ നിലയിൽ വന്ന വർഷം? 2003. പാത്രക്കടവ് പദ്ധതി ഏത് ജില്ലയിൽ? പാലക്കാട്. 1962 നിലയിൽ വന്ന ശാസ്ത്ര സാഹിത്യ പരിരക്ഷത്തിന്റെ ആദ്യ പ്രസിഡന്റ്? K. ഭാസ്കരൻ നായർ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണം ഏത്? വിജ്ഞാന കൈരളി. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ? സർദാർ KM പണിക്കർ. സ്യാനന്തൂരപൂരം എന്നറിയപ്പെട്ടിരുന്ന നഗരം? തിരുവനന്തപുരം. ജനകീയാസൂത്രണം എന്ന ആശയം മുന്നോട്ട് വെച്ച ആര്? MN റോയ്. ആന വിജ്ഞാന കേന്ദ്രം എവിടെയാണ്? തൃശൂർ. കേരളത്തിൽ ഭ്രൂണമാറ്റത്തിലൂടെ പിറന്ന പശുക്കുട്ടി ഏത്? ഗോമതി. ചാരായ നിരോധനം നിലയിൽ വന്ന വർഷം? 1997. കേരളത്തിലെ ആദ്യത്തെ പരിസര ശുചിത്വ പഞ്ചായത്ത്? പോത്തുകൽ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനം? കേരളം. ഒളിമ്പിക്സ് അത്ലറ്റിക്സിന്റെ സെമി ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത? ഷൈനി വിൽസൺ. കേരളത്തിലെ ഒരേ ഒരു കയറ്റുമതി സംസ്കരണശാല? കൊച്ചി. കലാമണ്ഡലം ഹൈദരലി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. മാൾട്ട പനി റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ആദ്യത്തെ ജില്ല? എറണാകുളം. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ തലപ്പത്തെത്തിയ ആദ്യ മലയാളി? K. ശങ്കരൻ നായർ. ജയ ജയ കേരള കോമള കേരളധരണി ജയ ജയ മാമക പൂജിത ജനനി ആരുടെ വരികളാണ്? ബോധേശ്വരൻ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം? തിരുവനന്തപുരം. ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ? TN പണിക്കർ. കേരള കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം? പാട്ടബാക്കി. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല? പത്തനംതിട്ട. ഇന്ത്യ ഫ്രം മിഡ്നൈറ്റ് ടു മില്ലേനിയം ആരുടെ രചനയാണ്? ശശി തരൂർ. ഡൽഹി മെട്രോ റെയിൽവേ കോർപ്പറേഷന്റെ മേധാവിയായ മലയാളി? E. ശ്രീധരൻ. ലോക്സഭാ സെക്രട്ടറി ആയ ആദ്യ മലയാളി? PDT ആചാര്യ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യ വക്താവ്? നിരുപമ റാവു. AKG സെന്റർ എവിടെയാണ്? തിരുവനന്തപുരം. കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ MLA ആര്? R. ബാലകൃഷ്ണപിള്ള.
അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്ന വർഷം 1964. മലയാളത്തിലെ ആദ്യത്തെ വിദ്യാലയ പ്രസിദ്ധീകരണം വിദ്യാലയ സംഗ്രഹം. ചിക്കൻ ഗുനിയ രോഗം കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത നഗരം ആലപ്പുഴ. മലയാളത്തിലെ ആദ്യ മഹാകാവ്യം രചിച്ചതാര്? അഴകത്ത് പത്മനാഭക്കുറുപ്പ്. കേരള വാട്ടർ അതോറിറ്റി നിലയിൽ വന്ന വർഷം 1984. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപീകൃതമായത് എവിടെയാണ്? കോഴിക്കോട്. നെയ്യാർ നദിയുടെ ഉത്ഭവസ്ഥാനം അഗസ്ത്യകൂടം. മലയാളത്തിലെ ആദ്യ വനിതാ മാസിക സുഗണബോധിനി. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണമാണ് തളിര്. കമല സുരയ്യ അഥവാ മാധവിക്കുട്ടി രൂപീകരിച്ച പാർട്ടി ലോക് സേവ. മതിലുകൾ എന്ന ചിത്രത്തിന്റെ കഥ ആരുടേതാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ജോൺ എബ്രഹാമിന്റെ ചെറിയാച്ചന്റെ ക്രൂരതകളിലെ നായകൻ അടൂർ ബാസി. മരുഭൂമിയിലെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂണിന്റെ ഉപജ്ഞാതാവ് ആര്? ജി അരവിന്ദൻ. മഹാരാഷ്ട്ര സ്ത്രീ ആരുടെ ചിത്രമാണ്? രാജാ രവിവർമ്മ. കേരള സർക്കാരിന്റെ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയാണ് ജലനിധി. ആദ്യത്തെ SLC പരീക്ഷ നടന്ന വർഷം 1952. കേരള സാക്ഷരതാ പരിപാടിയുടെ പേര് എന്തായിരുന്നു? അക്ഷര കേരളം. ചെന്നൈയിലെ ചോളമണ്ഡലം പെയിന്റിംഗ് സ്കൂൾ ആരംഭിച്ചതാര്? KCS പണിക്കർ. സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. രാജാ രവിവർമ്മ ജനിച്ചത് ഏത് കൊട്ടാരത്തിലാണ്? കിളിമാനൂർ. കലാർപ്പണ ആര് സ്ഥാപിച്ച നൃത്ത വിദ്യാലയമാണ്? ശോഭന. രാജ്യസഭ അധ്യക്ഷനായ ആദ്യ മലയാളി KR നാരായണൻ. ആലുവ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി പെരിയാർ. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? ഗോവിന്ദ പിഷാരടി. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ പാർലമെന്റ് അംഗം അനി മസ്ക്രീൻ. ത്യാഗത്തിന്റെ പ്രതിഫലം ആരുടെ ആദ്യ നോവലായിരുന്നു? തകഴി. കേരള സർക്കസ് കുലപതി എന്നറിയപ്പെടുന്നത് ആര്? കീലേരി കുഞ്ഞിക്കണ്ണൻ. ആദി ശങ്കരാചാര്യർ ജീവിച്ചിരുന്ന കാലഘട്ടം 788 മുതൽ 820 വരെ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഏക കേരള മുഖ്യമന്ത്രി EMS. സംസ്ഥാനത്തെ മികച്ച കോളേജുകൾക്ക് നൽകുന്ന അവാർഡിന്റെ പേരെന്താണ്? ശങ്കർ അവാർഡ്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ഏക മലയാളി KR നാരായണൻ. ക്രിസ്തു ഭാഗവതം രചിച്ചത് ആരാണ്? PC ദേവസ്യ. അധികാരത്തിലിരിക്കുമ്പോൾ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ മന്ത്രി VK വേലപ്പൻ. കേരള നടനം എന്ന കലാരൂപം ആവിഷ്കരിച്ച നർത്തകൻ ഗുരു ഗോപിനാഥ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ഗാനരചയിതാവ് ആര്? P ഭാസ്കരൻ. നീലക്കുയിൽ എന്ന സിനിമ പുറത്തിറങ്ങിയ വർഷം 1954. കഥകളിയിലെ അവസാന ചടങ്ങ് ഏതാണ്? ധനാശി.
തിരുവനന്തപുരത്ത് ഗുരു ഗോപിനാഥ് സ്ഥാപിച്ച നൃത്ത കേന്ദ്രത്തിന്റെ പേരെന്താണ്? വിശ്വകലാകേന്ദ്രം. മലയാളത്തിൽ ആദ്യമായി വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏതാണ്? SBT. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക മലയാളി അഞ്ജു ബേബി ജോർജ്. കേരളത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EK നായനാർ. വയനാട് ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? മാഹിപ്പുഴ. സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത ഏക മലയാള ചലച്ചിത്രം മതിലുകൾ. സിനിമയാക്കപ്പെട്ട OPP ജയന്റെ ഒരേ ഒരു നോവൽ കടൽ തീരത്ത്. കേരളത്തിൽ എവിടെയാണ് ജൂതകുന്ന്? മട്ടാഞ്ചേരി. കേരളത്തിന്റെ ആദ്യ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ചീരാമൻ. കേരളത്തിലെ സിംബോളക് കവി എന്നറിയപ്പെടുന്നത് ആരാണ്? G. ശങ്കരക്കുറുപ്പ്. സ്വാതി തിരുനാൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ലെനിൻ രാജേന്ദ്രൻ. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ടിക്കറ്റുകൾ വിറ്റ സംസ്ഥാനം കേരളം. ആദ്യമായി ചലച്ചിത്രമാക്കപ്പെട്ട തകഴിയുടെ നോവൽ ഏത്? രണ്ടിടങ്ങഴി. കേരളത്തിലെ പക്ഷികൾ ആരുടെ രചനയാണ്? ഇന്ദുചൂടൻ. കോട്ടയം പട്ടണം നിർമ്മിച്ചത് ആരാണ്? T. മാധവറാവു. കൊച്ചി നിയമസഭയിലേക്ക് അംഗമായി സർക്കാർ നാമനിർദ്ദേശം ചെയ്ത ആദ്യ വനിത തോട്ടയക്കാട്ട് മാധവി. മുണ്ടക്കൽ സന്ദേശം എന്നറിയപ്പെടുന്ന രചനയേത്? ഉണ്ണുനീലി സന്ദേശം. കേരള സർവകലാശാല D.Litt ബിരുദം നൽകി ആദരിച്ച വാസ്തുശില്പി ലാറി ബേക്കർ. മാറാട് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ തോമസ് P. ജോസഫ്. ഗൂഡല്ലൂരിലെ ഇലാംബരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയേത്? ചാലിയാർ. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ഏഞ്ചൽ മേരി. വെളിച്ചം വിളക്കന്വേഷിക്കുന്നു എന്ന നാടകത്തിന്റെ രചയിതാവ് KT മുഹമ്മദ്. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ടിന്റെ രചയിതാവ് ഇരയിമൻ തമ്പി. കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിതമായത് എവിടെ? കൊടുങ്ങല്ലൂർ. ജൈനമത വിശ്വാസികൾ കൂടുതലുള്ള ജില്ല വയനാട്. അനന്തപുരം ജലക്ഷേത്രം എവിടെയാണ്? കാസർഗോഡ്. പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡ്. വള്ളത്തോൾ രചിച്ച മഹാകാവ്യമേത്? ചിത്രയോഗം. തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക് എവിടെയാണ്? കിനാലൂർ, കോഴിക്കോട്. കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എവിടെയാണ്? കുന്നമംഗലം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമേത്? ചെറുകുളത്തൂർ. കേരളത്തിലെ കേന്ദ്ര സർവകലാശാല ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ജൂതന്മാർ കേരളത്തിലെത്തിയ വർഷം AD 74. സെന്റ് തോമസ് കേരളത്തിലെത്തിയ വർഷം AD 52. കാപ്പിൽ ബീച്ച് ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. റാണിപുരം ടൂറിസ്റ്റ് കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്. പത്മഭൂഷൺ നേടിയ ആദ്യത്തെ മലയാളി വള്ളത്തോൾ
വള്ളത്തോൾ അന്തരിച്ച വർഷം 1958. ഡോൾഫിൻ പോയിന്റ് എവിടെയാണ്? ബേപ്പൂർ. ആമകളുടെ പ്രജനനത്തിന് പേരുകേട്ട കൊളാവിപ്പാലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ഉഷ കോച്ചിംഗ് സെന്റർ എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ഏക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് ജില്ലയിൽ എവിടെയാണ്? കുന്നമംഗലം. EMS സ്റ്റേഡിയം എവിടെയാണ്? കോഴിക്കോട്. കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം? മാങ്ങാട്ടുപറമ്പ്. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കേരളം ഭരിച്ച മുഖ്യമന്ത്രി? C. അച്യുതമേനോൻ. 1975-77 അടിയന്തരാവസ്ഥ കാലത്ത് കേരള മുഖ്യമന്ത്രി ആര്? C. അച്യുതമേനോൻ. K. കരുണാകരൻ ജനിച്ചത് എവിടെയാണ്? ചിറക്കൽ. പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണ്? K. കരുണാകരൻ. കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം? നീലേശ്വരം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്. പാലക്കാട് ജില്ല രൂപീകൃതമായത് എന്ന്? 1957. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. ബിലാത്തി വിശേഷം ആരുടെ രചനയാണ്? പട്ടം താണുപിള്ള. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? തിരുവനന്തപുരം. കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന മാസം? നവംബർ. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? P. കുഞ്ഞിരാമൻ നായർ. എൻഡോസൾഫാൻ ദുരന്തം നേരിട്ട ജില്ല? കാസർഗോഡ്. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ എവിടെയാണ്? ചീമേനി. തലപ്പാടി അതിർത്തി ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ജിമ്മി ജോർജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോൾ. സംസ്കൃത സർവകലാശാല എവിടെയാണ്? കാലടി. കേരളം മലയാളികളുടെ മാതൃഭൂമി ആരുടെ രചനയാണ്? EMS. EMS അന്തരിച്ച വർഷം? 1998. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച കേരള മുഖ്യമന്ത്രി? പട്ടം താണുപിള്ള. വിമോചന സമരകാലത്ത് KPCC പ്രസിഡന്റായി ആരായിരുന്നു? R. ശങ്കർ. ഏറ്റവും കൂടുതൽ പട്ടിക ജാതിക്കാർ ഉള്ള ജില്ല? പാലക്കാട്. കേരളത്തിലെ ആരോഗ്യ സർവകലാശാല എവിടെയാണ്? തൃശൂർ. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരെ കണ്ട നിയമസഭ ഏത്? 5ാം നിയമസഭ. മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉപമുഖ്യമന്ത്രിയായ വ്യക്തി ആര്? CH മുഹമ്മദ് കോയ. EMSന്റെ ജന്മനാട്? ഏലംകുളം. കൂടൽമാണിക്യം ക്ഷേത്രം എവിടെയാണ്? ഇരിങ്ങാലിക്കുട. ജൈനിമേട് എവിടെയാണ്? കല്യാശ്ശേരിയിൽ ജനിച്ച കേരളീയ മുഖ്യമന്ത്രി ആരായിരുന്നു? EK നായനാർ. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആരായിരുന്നു? KP ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ? AKG. ശേഖരി വർമാന്മാർ ഭരണം നടത്തിയിരുന്ന പ്രദേശം? പാലക്കാട്. കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരമേത്? പാലക്കാട്.
പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആര്? AKG. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേരെന്ത്? കുഞ്ഞിക്കണ്ണൻ കുരിക്കൾ. AKGയുടെ ജന്മനാട് പെർളശ്ശേരി. AKG കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എന്നാണ്? 1936. മണിക്കോത്ത് രാമുണ്ണി നായർ സാഹിത്യലോകത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? സഞ്ജയൻ. കേരളത്തിലെ ആദ്യത്തെ നിയമ സർവകലാശാല ഏത് ജില്ലയിലാണ്? എറണാകുളം. ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ മുഖ്യമന്ത്രിയായതാര്? EK നായനാർ. ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി? K കരുണാകരൻ. ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി K കരുണാകരൻ. ഏറ്റവും പ്രായം കുറഞ്ഞ വയസ്സിൽ കേരള മുഖ്യമന്ത്രി ആര്? AK ആന്റണി. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കേരള മുഖ്യമന്ത്രി ആര്? C അച്യുതമേനോൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AKG. സംതിങ് റോങ്. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ്? ചെങ്കുളത്ത് കുഞ്ഞിരാമൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസനാവികൃതി. O ചന്തുമേനോന്റെ പ്രായപൂർത്തിയാകാത്ത നോവൽ? ശാരദ. മലബാർ ക്യാൻസർ റിസർച്ച് സെന്റർ എവിടെയാണ്? തലശ്ശേരി. കേരള കലാമണ്ഡലം എവിടെയാണ്? ചെറുതുരുത്തി. കേരള മുഖ്യമന്ത്രിയായതിനു ശേഷം പഞ്ചാബ് ഗവർണറായ വ്യക്തി? പട്ടം താഴപ്പിള്ള. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി? പട്ടം താഴപ്പിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി? പട്ടം താഴപ്പിള്ള. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി? K കരുണാകരൻ. പേപ്പാറ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. പറശ്ശിനിക്കടവ്, കൊട്ടിയൂർ എന്നിവ ഏത് ജില്ലയിലാണ്? കണ്ണൂർ. ധർമ്മടം ദ്വീപ് ഏത് പുഴയിലാണ്? അഞ്ചരക്കണ്ടി. ഏഴിമല നാവിക അക്കാദമി ഏത് ജില്ലയിലാണ്? കണ്ണൂർ. കേരളത്തിലെ നീളം കൂടിയ ബീച്ച്? പുറക്കാട്. കോവളം ടൂറിസ്റ്റ് കേന്ദ്രം ഏത് ജില്ലയിൽ? തിരുവനന്തപുരം. രാജ്യസമാചാരം പുറത്തിറങ്ങിയ വർഷം? 1847. വാളയാർ ചെക്ക് പോസ്റ്റ് ഏത് ജില്ലയിൽ? പാലക്കാട്. മലബാർ സിമന്റ്സ് എവിടെയാണ്? വാളയാർ. കിള്ളിക്കുറിശിമംഗലം ഏത് നദീതീരത്താണ്? ഭാരതപ്പുഴ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നോ ആൻസർ. കോയമ്പത്തൂർ നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത് പാലക്കാട്ടെ ഏത് ഡാമിൽ നിന്നാണ്? ശിരുവാണി ഡാം. ഭാരതപ്പുഴ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അമരാവതി. സിംഹമാലൻ കുരങ്ങുകളുടെ ആവാസ സ്ഥലം? സൈലന്റ് വാലി. കണ്ണൂർ സർവകലാശാലയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു? മലബാർ. വൈസ് ചാൻസലർ പദവിയിലെത്തിയ ആദ്യ മലയാളി വനിത? ജാൻസി ജെയിംസ്. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണുത്തി. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്? ഇടമലക്കുടി. ട്രാവൻകൂർ സർവകലാശാല രൂപീകൃതമായ വർഷം? 1937. തങ്കശ്ശേരി കടപ്പുറം ഏത് ജില്ലയിലാണ്? കൊല്ലം.
മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം പുറത്തിറങ്ങിയത് എവിടെ നിന്നാണ്? തലശ്ശേരി. കോതാമുരി എന്ന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ല? കണ്ണൂർ. അട്ടപ്പാടി ഏത് ജില്ലയിലാണ്? പാലക്കാട്. മലപ്പുറം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ എത്രയാണ്? 16. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം? നെല്ലിയാമ്പതി. ചട്ടമ്പിസ്വാമികൾ ഏത് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്? നായർ. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? VT ഭട്ടതിരിപ്പാട്. ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ രചനയാണ്? OV വിജയൻ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി? TN ശേഷൻ. കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് എവിടെ സ്ഥാപിതമായി? അകത്തെ തറ. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാഞ്ചിക്കോട് ഏത് ജില്ലയിലാണ്? പാലക്കാട്. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? K കേളപ്പൻ. എറണാകുളം ജില്ല രൂപീകൃതമായത് എന്നാണ്? 1958. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല? എറണാകുളം. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി? റോബർട്ട് ബ്രിസ്റ്റോ. പെരിയാറിലെ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം? 1341. കൊച്ചിയിൽ എത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ? റാൽഫ് ഫിച്ച്. സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തറക്കല്ലിട്ട വർഷം? 2007. മലപ്പുറം ജില്ല രൂപീകൃതമായ വർഷം? 1969. കേരളത്തിലെ വൃന്ദാവൻ? മലമ്പുഴ. നെല്ല് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? പാലക്കാട്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മവീട്? കലയക്കത്ത് ഭവനം. ചെമ്പൈ സ്മാരകം എവിടെയാണ്? കോട്ടായി. പാവപ്പെട്ടവന്റെ കഥകളി? തുള്ളൽ. KP കേശവമേനോന്റെ ആത്മകഥ? കൊഴിഞ്ഞ കാലം. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നിർദ്ദിഷ്ട പ്രദേശം ഏതാണ്? കാക്കനാട്. സ്മാർട്ട് സിറ്റി നിർമ്മിക്കുന്ന വിദേശ കമ്പനി? TCOM. വെല്ലിംഗ്ടൺ ദ്വീപ് എവിടെയാണ്? കൊച്ചി. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത്? കൊച്ചി. ഭൂതത്താൻ കെട്ട് ഡാം ഏത് നദിയിലാണ്? പെരിയാർ. തേക്കടി ബോട്ട് ദുരന്തം നടന്ന വർഷം? 2009. തട്ടേക്കാട് ബോട്ട് ദുരന്തം നടന്ന വർഷം? 2007. മലയാറ്റൂർ ഏത് നദീതീരത്താണ്? പെരിയാർ. ശങ്കരാചാര്യരുടെ ജന്മവീട്? കൈപ്പള്ളി ഇല്ലം. ആലുവ ഏത് നദീതീരത്താണ്? പെരിയാർ. ഇടമലയാർ ഡാം ഏത് ജില്ലയിലാണ്? എറണാകുളം. പണ്ട് കാലത്ത് ചൂർണി എന്ന് അറിയപ്പെട്ടിരുന്ന നദി? പെരിയാർ. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ആന. ആദിവാസികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല? വയനാട്. കമ്പനി പുഴ ഒഴുകുന്ന ജില്ല? വയനാട്. വയനാട്ടിലെ എടക്കൽ ഗുഹ കണ്ടെത്തിയത് ആര്? F ഫ്രോസ്റ്റ്. തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? എറണാകുളം. മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രം ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിസ്തുമതം. തിരുവനന്തപുരം കോർപ്പറേഷൻ നിലയിൽ വന്ന വർഷം? 1940. കായംകുളം താപനിലയം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്?
തകഴി. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏഷ്യാനെറ്റ്. കേരളത്തിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ ഉദയ. കൊല്ലം ജില്ല രൂപീകരണമായതെന്ന്? 1949. വേണാട് രാജ്യത്തിന്റെ ആദ്യകാല ആസ്ഥാനം ഏതായിരുന്നു? കൊല്ലം. കടൽ തീരം കുറവുള്ള ജില്ല? കൊല്ലം. വേലുത്തമ്പി ദളവയുടെ 1809 കുണ്ടറ വിളംബരം നടന്ന പ്രദേശം ഇന്നത്തെ ഏത് പ്രദേശമാണ്? കൊല്ലം. 1953 ഇൻഡോ നോർവീജിയൻ മത്സ്യബന്ധ പ്രൊജക്ടിന് തുടക്കം കുറിച്ചതെവിടെ? നീണ്ടകര. കല്ലട ജലസേചന പദ്ധതി ഏത് ജില്ലയിലാണ്? കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ FM റേഡിയോ നിലയം എവിടെ നിലയിൽ വന്നു? കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ താപനിലയം ബ്രഹ്മപുരം. കേരളത്തിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച വർഷം? 1982. നെല്ലളം താപനിലയം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. കൃഷ്ണപുരം കൊട്ടാരം എവിടെയാണ്? കായംകുളം. കുമാരനാശാൻ ബോട്ട് മുങ്ങി മരിച്ച കുമാരക്കോടി ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. കാലിക്കറ്റ് സർവകലാശാല ഏത് ജില്ലയിലാണ്? മലപ്പുറം. മണ്ണടി ക്ഷേത്രം എവിടെയാണ്? പത്തനംതിട്ട. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം? കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം എന്തിന് പ്രസിദ്ധമാണ്? പിച്ചള പാത്രങ്ങൾ. പഴശ്ശി ഡാം ഏത് ജില്ലയിലാണ്? കണ്ണൂർ. ഹെർമൻ ഗുണ്ടർ സാഹിബിന്റെ ഇല്ലിക്കുന്ന് ബംഗ്ലാവ് എവിടെയാണ്? തലശ്ശേരി. ആറളം ഫാം ഏത് ജില്ലയിലാണ്? കണ്ണൂർ. ബീഡി, കൈത്തറി എന്നീ വ്യവസായങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ല? കണ്ണൂർ. പൂക്കോട്ട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്. പാതിര മണൽ ദ്വീപ് ഏത് കായലിലാണ്? വേമ്പനാട്. തുള്ളലിന്റെ ജന്മദേശം? അമ്പലപ്പുഴ. റേഡിയോ സംപ്രേഷണം ആരംഭിച്ച കേരളത്തിലെ രണ്ടാമത്തെ നഗരം? കോഴിക്കോട്. വെറ്റിനറി സർവകലാശാല എവിടെയാണ്? പൂക്കോട്. കേരളത്തിൽ ജൂതന്മാർ കൂടുതലുള്ള ജില്ല? എറണാകുളം. കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്ന പ്രദേശം? പൊന്നാനി. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം? അറക്കൽ. കേരളത്തിൽ മുസ്ലിം പ്രചാരകനായ മാലിക് ബ് ദിനാർ കേരളത്തിലെത്തിയ വർഷം? AD 644. മാലിക് ഇബൻ ദിനാർ പള്ളി എവിടെയാണ്? കാസർകോട്ട്. ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി? രാജാ കേശവദാസ്. ചെമ്മീൻ സിനിമ ഷൂട്ട് ചെയ്ത കടപ്പുറം? പുറക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്ട് കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന മാസം? ആഗസ്റ്റ്. പമ്പ നദിയുടെ പതന സ്ഥലം? വേമ്പനാട്ട് കായൽ. പ്രസിദ്ധമായ പാർത്ഥസാരഥി ക്ഷേത്രം എവിടെയാണ്? ഹരിപ്പാട്. പത്മവിഭൂഷൺ അവാർഡ് നേടിയ ആദ്യ മലയാളി? VK കൃഷ്ണമേനോൻ. കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ജില്ല ഏതാണ്? കോഴിക്കോട്. KN രാജ് ഏത് മേഖലയിലെ പ്രശസ്തനായിരുന്നു? സാമ്പത്തികം. കടലുണ്ടി റെയിൽവേ ദുരന്തം നടന്ന വർഷം? 2001. 1961 ഗോവ വിമോചന സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? VK കൃഷ്ണമേനോൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? K കേളപ്പൻ.
കേരളത്തിൽ റെയിൽവേ നിലയിൽ വന്ന വർഷം 1861. ആലപ്പുഴ ജില്ല രൂപീകൃതമായ വർഷം 1957. കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം സ്ഥാപിതമായ നഗരം തിരുവനന്തപുരം. കേരളത്തിലെ നെതർലാൻഡ് കുട്ടനാട്. പട്ടിക വർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിൽ റേഡിയോ സംപ്രേഷണം ആരംഭിച്ച വർഷം 1943. ബക്കറെ എന്നറിയപ്പെടുന്ന പ്രദേശം പുറക്കാട്. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. ഇന്ത്യൻ ഉപഭോക്തൃ കോടതിയുടെ പിതാവ് ബാലകൃഷ്ണൻ ഏറാടി. കോഴിക്കോട് മിഠായിത്തെരുവ് പരാമർശമുള്ള എസ്.കെ. പൊറ്റക്കാടിന്റെ നോവൽ ഒരു തെരുവിന്റെ കഥ. വിഷ കന്യകയുടെ പ്രമേയം കുടിയേറ്റം. ബ്രിട്ടനിലെ ആദ്യത്തെ ഇന്ത്യൻ ഹൈ കമ്മീഷൻ ആരാണ്? വി.കെ. കൃഷ്ണമേനോൻ. നൈൽ ഡയറി, ബാലി ദ്വീപ്, പാതിര സൂര്യന്റെ നാട്ടിൽ എന്നിവ ആരുടെ യാത്രാ വിവരണമാണ്? എസ്.കെ. പൊറ്റക്കാട്. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി വി.കെ. കൃഷ്ണമേനോൻ. മാതൃഭൂമി പത്രം ആരംഭിച്ചതെന്ന്? 1923. കുഞ്ഞാലി മരക്കാർ സ്മാരകം എവിടെയാണ്? ഇരിങ്ങൽ. തപാൽ സ്റ്റാമ്പിൽ 2 തവണ പ്രത്യക്ഷപ്പെട്ട മലയാളി ആര്? വി.കെ. കൃഷ്ണമേനോൻ. 1924 മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ്? കോഴിക്കോട്. തച്ചോളി ഒതേനന്റെ ജന്മനാട് വടകര. എസ്.കെ. പൊറ്റക്കാടിന്റെ ആദ്യത്തെ നോവൽ ഏത്? നാടൻ പ്രേമം. മലയാളത്തിലെ ആദ്യ ചിത്രമായ വിഗതകുമാരൻ പുറത്തിറങ്ങിയ വർഷം 1928. മലയാളത്തിലെ ആദ്യ കളർ ചിത്രം കണ്ടം വെച്ച കോട്ട്. ആനമുടി ഏത് നാഷണൽ പാർക്കിലാണ്? ഇരവികുളം. സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ആസ്ഥാനം മണ്ണാർക്കാട്. സൈലന്റ് വാലിക്ക് ആ പേര് നൽകിയത് ആരാണ്? ബ്രിട്ടീഷുകാർ. കേരളത്തിൽ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ്? പാമ്പാടും ചോല. പെരിയാർ ടൈഗർ റിസർവ് സ്ഥാപിതമായത് എന്ന്? 1978. മലയാളത്തിലെ ആദ്യ 70 mm ചിത്രം പടയോട്ടം. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഏർപ്പെടുത്തിയ വർഷം 1969. ദേശീയോദ്യാനങ്ങൾ കൂടുതലുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കായ ഇരവികുളം നിലയിൽ വന്നത് എന്നാണ്? 1978. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഇരവികുളം. ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം വരയാട്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. വയൽവാരം വീട്ടിൽ ജനിച്ച പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീ നാരായണ ഗുരു. ബഷീറിന്റെ നീലവെളിച്ചം എന്ന രചന പിന്നീട് സിനിമ ആയത് ഏത് പേരിലാണ്? ഭാർഗവീ നിലയം. കൊടുങ്ങല്ലൂർ താലൂക്ക് ഏത് ജില്ലയിലാണ്? തൃശൂർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം നെല്ലിക്കാംപെട്ടി. വന്യജീവി സങ്കേതങ്ങൾ കൂടുതലുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ സമുദ്രതീരമില്ലാത്ത കോർപ്പറേഷൻ തൃശൂർ. കേരളത്തിലെ കോർപ്പറേഷനുകൾ എത്ര? 5. കേരളത്തിലെ താലൂക്കുകൾ എത്ര? to vary.
മുല്ലപ്പള്ളി താലൂക്ക് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്ക്? കാസർകോട്ട്. താലൂക്കിന്റെ തലവനായ ഓഫീസറാണ് തഹസിൽദാർ. ഗുരു കുഞ്ചുകുറുപ്പ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? കഥകളി. സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് ആരാണ്? PK നാരായണപിള്ള. മലയാളത്തിലെ രണ്ടാമത്തെ സ്വകാര്യ ചാനൽ? സൂര്യ. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി എവിടെ സ്ഥാപിതമായി? ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ സ്ഥാപിതമായത് എവിടെ? കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയായ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ രൂപീകൃതമായത് എന്ന്? 1922. ഇന്ത്യയിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് കേന്ദ്രം എവിടെ സ്ഥാപിതമായി? തലശ്ശേരി. അഗ്രഹാരത്തിലെ കഴുത എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ജോൺ എബ്രഹാം. വയലാർ രചിച്ച ഖണ്ഡകാവ്യം ഏതാണ്? ആയിഷ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നത് ആരുടെ നാടകമാണ്? തോപ്പിൽ ഭാസി. KE മത്തായി സാഹിത്യ ലോകത്ത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പാറപ്പുറത്ത്. പറങ്കിപ്പടയാളി ആരുടെ രചനയാണ്? സർദാർ KM പണിക്കർ. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് എവിടെയാണ്? ചവറ. പത്തനംതിട്ട ജില്ല രൂപീകൃതമായത് എന്നാണ്? 1982. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ സാക്ഷരത കൂടിയ ജില്ല? പത്തനംതിട്ട. പമ്പയുടെ ദാനം? കുട്ടനാട്. പണ്ട് കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി? പമ്പ. ക്രിസ്തീയ സമ്മേളനമായ മരാമൻ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം? പത്തനംതിട്ട. പമ്പയുടെ നീളം എത്ര കിലോമീറ്റർ? 176 കിലോമീറ്റർ. കാലാപാനി എന്ന സിനിമ ചിത്രീകരിച്ചത് എവിടെ വെച്ചാണ്? ആൻഡമാൻ. കേരളത്തിൽ പ്രൊജക്ട് എലിഫന്റ് ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? പെരിയാർ. ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ? കൊല്ലം. കേരളത്തിൽ പ്രൊജക്ട് എലിഫന്റ് ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? പെരിയാർ. ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ? കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം? തെന്മല. ആര്യങ്കാവ് ചുരം എവിടെയാണ്? പാലക്കാട്. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ? കൊല്ലം. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. കശുവണ്ടി വ്യവസായങ്ങൾ കൂടുതലുള്ള ജില്ല? കൊല്ലം. ഏറ്റവും കുറച്ച് വില്ലേജുകൾ ഉള്ള താലൂക്ക് ഏതാണ്? കുന്നത്തുനാട്. ചുറ്റമ്പലമോ വിഗ്രഹമോ ഇല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമേത്? ഓച്ചിറ. മൺട്രോത്തുരുത്ത് ഏത് ജില്ലയിലാണ്? കൊല്ലം. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാണ്? പന്മല. അറക്കൽ കൊട്ടാരം എവിടെയാണ്? കണ്ണൂർ. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം? അറക്കൽ. കണ്ണൂർ വിമാനത്താവളം എവിടെയാണ്? മൂർഖൻ പറമ്പ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ ജില്ല? കണ്ണൂർ. കർഷക തൊഴിലാളികൾ കൂടുതലുള്ള ജില്ല? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം? മലമ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി? കുന്തിപ്പുഴ. ഉത്തരായനം സംവിധാനം ചെയ്തത് ആര്? അരവിന്ദൻ. മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ചിത്രം? ജീവിത നൗക. മലയാളത്തിലെ രണ്ടാമത്തെ ചലച്ചിത്രം? മാർത്താണ്ഡവർമ്മ.
പത്തനംതിട്ട ജില്ലയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല. ചരൽക്കുന്ന് സുഖവാസ കേന്ദ്രം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. ലക്ഷം വീട് കോളനി നടപ്പിലാക്കിയത് ഏത് മന്ത്രിയുടെ കാലത്താണ്? EMS. മലയാള മനോരമയുടെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു? വർഗീസ് മാപ്പിള. കേരള ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സ് എവിടെയാണ്? മണ്ണടി. കേരളീയ വാസ്തുവിദ്യാ ഗുരുകുലം എവിടെയാണ്? ആറന്മുള. മലയാളം സിനിമയുടെ പിതാവ് ആര്? JC ഡാനിയേൽ. പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ? നീലക്കുയിൽ. നടി ശാരദയ്ക്ക് ആദ്യത്തെ ഉർവശി അവാർഡ് നേടിക്കൊടുത്ത സിനിമ? തുലാഭാരം. പ്രേം നസീറിന്റെ ജന്മസ്ഥലം? ചിറയിൻകീഴ്. ആശ്ചര്യ ചൂടാമണി ആരുടെ രചനയാണ്? ശങ്കരാചാര്യർ. സരസകവി മൂലൂർ പത്മനാഭ പണിക്കരുടെ സ്മാരകം എവിടെയാണ്? ഇലവുംതിട്ട. പ്രസിദ്ധമായ അന്തരാമപുരം ചന്ത ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പമ്പ. പത്തനംതിട്ടയിലെ കടമനിട്ട ഏത് അനുഷ്ഠാന കലയ്ക്ക് പ്രസിദ്ധമാണ്? പടയണി. മണിയാർ സ്വകാര്യ വൈദ്യുതി നിലയം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. ഏത് സിനിമയിലാണ് നാടകാചാര്യൻ NN പിള്ള അഭിനയിച്ചത്? ഗോഡ്ഫാദർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ? വള്ളത്തോൾ. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന നഗരം? ഗുരുവായൂർ. മാനുവൽ കോട്ട എവിടെയാണ്? വൈപ്പിൻ ദ്വീപ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? പമ്പ. ലോഹ കണ്ണാടിക്ക് പ്രസിദ്ധമായ പ്രദേശം? ആറന്മുള. ശബരിമല ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. യക്ഷഗാനം എന്ന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ല? കാസർഗോഡ്. ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആന. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പന്നിയൂർ. മലയാളത്തിലെ ആദ്യ കളർ സിനിമ ഏതാണ്? കണ്ടം വെച്ച കോട്ട്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള തുറമുഖം ഏതാണ്? എന്നോർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം? 1721. കേരള ഗവർണർ പദവി വഹിച്ചിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രപതി? VV ഗിരി. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം? എറണാകുളം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ? സുഭാഷ് ചന്ദ്രബോസ്. കായിക മേഖലയിൽ മികവ് പുലർത്തുന്നവർക്ക് ഇന്ത്യയിൽ എല്ലാ വർഷവും കൊടുക്കുന്ന അവാർഡ്? അർജുന അവാർഡ്. നാഗാലാൻഡിലെ പ്രധാന ഭാഷ? ഇംഗ്ലീഷ്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? തമിഴ്നാട്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി? ഫാത്തിമ ബീവി. ഉസൈൻ ബോൾട്ട് ഏത് രാജ്യക്കാരനാണ്? ജമൈക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്? ഡോക്ടർ അംബേദ്കർ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? പട്ടേൽ. പശു ഏത് രാജ്യത്തിന്റെ ദേശീയ മൃഗമാണ്? നേപ്പാൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം? കാൽസ്യം. സീസ്മോഗ്രാഫ് എന്ന ഉപകരണം എന്ത് അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്? ഭൂകമ്പം. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്? ഇടമലക്കുടി. പ്രാഥമിക നിറങ്ങളിൽ പെടാത്തത്? മഞ്ഞ, പച്ച, ചുവപ്പ്, നീല. ഉത്തരം മഞ്ഞ.
പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തൂർ. 2011 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സി രാധാകൃഷ്ണൻ. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം? വെള്ളി. ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നി? ടയലിൻ. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ്? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക്? SBI. ഗാന്ധിജിയും അരാജകത്വവും ആരുടെ രചനയാണ്? സി ശങ്കരൻ നായർ. കുഞ്ഞാലി മരക്കാർ നാലാമൻ വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? ഗോവ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സിഖ് മത സ്ഥാപകൻ? ഗുരു നാനാക്ക്. ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചത് ആരാണ്? ഷാജഹാൻ. മഹാഭാരതത്തിലെ പർവ്വങ്ങൾ എത്ര? 18. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി? സമുദ്രഗുപ്തൻ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? JP കൃപലാനി. 1972 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പിട്ട കരാർ? സിംല കരാർ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? ആര്യഭട്ട. മിന്നാമിനുങ്ങിന്റെ പ്രകാശത്തിന് കാരണമായ രാസവസ്തു? ലൂസിഫറിൻ. ലോകത്തിൽ ആദ്യമായി പത്രം പ്രസിദ്ധീകരിച്ച രാജ്യം? ചൈന. രാജ്യസഭയുടെ അധ്യക്ഷൻ? വൈസ് പ്രസിഡന്റ്. മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബിന്റെ അൽ അമീൻ എന്ന പത്രം കോഴിക്കോട് ആരംഭിച്ചത് എന്ന്? 1924. ഇന്ത്യൻ സമയവും ഗ്രീനിച്ച് സമയവും തമ്മിലുള്ള വ്യത്യാസം 5.5 മണിക്കൂർ. ജാലിയൻ വാല ബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. പഞ്ചതന്ത്രം കഥകളുടെ കർത്താവ്? വിഷ്ണു ശർമ്മ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ KM പണിക്കർ. ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയി? കാനി. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യുച്ഛക്തി മന്ത്രി? VR കൃഷ്ണയ്യർ. ബുക്കർ പ്രൈസ് നേടിയ ആദ്യ മലയാളി വനിത? അരുന്ധതി റായ്. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര്? മാർത്താണ്ഡവർമ്മ. കേരള സ്കോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്? CV രാമൻപിള്ള. കോഴിക്കോട് ഏറ്റവും കൂടുതൽ സർക്കാർ വിദ്യാലയങ്ങൾ ഉള്ള ജില്ല? മലപ്പുറം. ആലുവ പട്ടണം ഏത് നദീതീരത്താണ്? പെരിയാർ. KSRTC നിലയിൽ വന്ന വർഷം? 1965. കേരളത്തിൽ ആദ്യത്തെ താപനിലയം? ബ്രഹ്മപുരം. നെഹ്റു ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വള്ളംകളി. പുട്ടപർത്തി ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ഇരകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വസ്തു? ക്ലോറോഫിൽ. തലമുറകൾ എന്ന നോവൽ എഴുതിയത് ആരാണ്? OV വിജയൻ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? ബാരോമീറ്റർ. കറയില്ലാത്ത ഇനം കശുമാവ്? മൃദുല. ശരീരത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു? മെലാനിൻ. ചെകുത്താന്റെ കാഷ്ടം എന്നറിയപ്പെടുന്നത്? കായം. ഉമ്മൻചാണ്ടി ആദ്യമായി കേരള മുഖ്യമന്ത്രിയായ വർഷം? 2004. താപനില അളക്കാനുള്ള ഏകകം? സെൽഷ്യസ്. ലോക മനുഷ്യാവകാശ ദിനം? ഡിസംബർ 10. പാതിര സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? നോർവേ. കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ? എഡിസൺ. ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏത്? ഏഷ്യ. ഇറാഖിന്റെ പഴയ പേര് എന്ത്? മെസോപ്പൊട്ടോമിയ. ഞാനൊരു കുറ്റവാളിയല്ല, പക്ഷേ ഒരു ദേശസ്നേഹിയാണ്. ഇത് പറഞ്ഞ മഹാൻ? ഭഗത് സിംഗ്.
ഹൊഗനക്കൽ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. SSIയുടെ പൂർണ്ണരൂപം എന്താണ്? സർവശിക്ഷ അഭിയാൻ. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഷിയോനാഥ് നദി ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ദ്രാവക രൂപത്തിലുള്ള ഒരു ലോഹം. രസം. ടൈറ്റൻ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ശനി. മാഡം ക്യൂറിക്ക് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം? 1911. രാസകീടനാശിനികൾ സൃഷ്ടിക്കുന്ന ഭീകരമായ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് ആര്? റേച്ചൽ കഴ്സൺ. അസ്താന ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? കസാക്കിസ്ഥാൻ.